ഇന്ന് നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അകത്ത് കറങ്ങുന്ന പൾസേറ്റർ എന്ന് പറയുന്ന ആ ഡിസ്ക് പോലെ ഇരിക്കുന്ന സാധനത്തിൻ്റെയാണ് കംപ്ലൈൻറ്റ് വന്നിരുന്നത്. ലോഡ് ഇടുമ്പോഴത്തേക്കും നമുക്ക് അത് കറങ്ങുന്നില്ല, പക്ഷേ വാഷ് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ഇതാണ് പൾസേറ്റർ എന്ന് പറയുന്ന സാധനം. ഇതാണ് പഴയത് അതിൽ കിടന്നത്. അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ദാണ്ട ഈ നടുക്ക് കാണുന്ന ആ ഒരു റൗണ്ട് പോലെയുള്ള സാധനം. അത് ശരിക്കും റൗണ്ട് പോലെ അല്ല വരേണ്ടത്. ഈ കാണുന്ന പോലെ സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത്. മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ സ്ക്വയർ പോലെയാണ് ഇരിക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ ഓവലായിപ്പോയി. അത് കാരണം വാഷിംഗ് സമയത്ത് ഇതൊന്നും വർക്കാകത്തില്ല. അപ്പോൾ ഇതുപോലുള്ള കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പൾസേറ്ററാണ് നമ്മൾ മാറേണ്ടത്. ഈ ഒരു മോഡലിന് സ്ഥിരം വരുന്നൊരു കംപ്ലൈൻ്റാണ് സാംസങ്ങിൻ്റെ ബബിൾ വാഷ് എന്ന് പറയുന്ന മോഡലാണ്. 6.2 kg ആണ് വരുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ഡിസ്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൾസേറ്റർ എന്നാണ് പറയുന്നത്. ഇത് ഇളക്കി കൊണ്ടുപോയി 10-ൻ്റെ ടീ സ്പാൻഡർ വെച്ചാണ് ഇളക്കേണ്ടത്. അത് ഇളക്കി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് വാങ്ങാൻ കിട്ടും. അത് മാറിയാൽ മതി.